ഹായ്, എത്ര പൂക്കൾ, അത്രയേറെ നിറങ്ങളും. അമ്പിളി, നിന്റെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടായി. അപ്പോ തെച്ചിപ്പൂവിന് ചുവപ്പ് നിറം, മുല്ലപ്പൂവിന് വെള്ള നിറം, നെല്ലിപ്പൂവിനോ നീല നിറം. മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം. എവിടെയാ ചങ്ങാതി ചേലത്തെ മാമ്പഴം? ചേലത്തെ മാമ്പഴം അല്ലടോ, സേലത്തെ മാമ്പഴം. അത് മൽഗോവ മാമ്പഴം. എന്ത് മാമ്പഴമെങ്കിലും ആവട്ടെ, താനതിങ് എടുക്ക്, വിശന്നിട്ട് വയ്യ. എന്റെ കൈ മാമ്പഴമൊന്നും ഇല്ലടോ, വിശന്നിട്ട് ഞാൻ വെറുതെ ഒരു പാട്ട് പാടിയതേ ഉള്ളൂ. പാട്ട് പാടിക്കോ, പക്ഷെ വിശന്നിരിക്കുമ്പോൾ മാമ്പഴത്തിന്റെ പാട്ട് കേട്ടാൽ വിശപ്പിരട്ടിയാകും. അതുകൊണ്ട് മാമ്പഴത്തിന്റെ പാട്ടൊന്നും വേണ്ട. എങ്കിലിതാ ഒരു അടിപൊളി പാട്ട് ആസ്വദിച്ചോളൂ. ബിരിയാണി ബിരിയാണി മട്ടൻ ബിരിയാണി, തന്തൂരി തന്തൂരി ചിക്കൻ തന്തൂരി. ഒന്ന് നിർത്തടോ, ഈ പാട്ടൊന്നും വിശക്കുന്നവർക്ക് കേൾക്കാൻ പറ്റിയതല്ല. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് ഒരു പഴം പോലും ഇവിടെ കിട്ടാനില്ല. ചങ്ങാതി, അതെന്താണ് ആ പാറപ്പുറത്തിരിക്കുന്നത്? അതൊരു പഴമാണെന്ന് തോന്നുന്നല്ലോ. എന്റെ ഒരു ഭാഗ്യം. ചങ്ങാതി, നീ ഇവിടെ നില്ല്, ഞാൻ അത് ചെന്ന് കഴിച്ചിട്ട് വരാം. അത് വേണ്ട, താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഞാനാണല്ലോ ആ പഴം ആദ്യം കണ്ടത്. ആയിരിക്കാം, പക്ഷേ അത് പഴമാണെന്ന് തിരിച്ചറിഞ്ഞത് ഞാനാണല്ലോ. അതുകൊണ്ട് ആ പഴം എനിക്ക്. നടക്കില്ല, ഞാൻ കണ്ട പഴം ഞാൻ എടുക്കും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. നീ അങ്ങനെ ഇപ്പം പഴം തിന്നണ്ട. എന്നെ വിടടാ, വിടാൻ. എന്തിനാ കുരങ്ങനുണ്ണികളെ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? നല്ല സ്വഭാവമുള്ളവർ ഒരിക്കലും വഴക്കാളികളാവില്ല. ആനപ്പൻ സാറേ, ആ പഴം ഞാനാണ് ആദ്യം കണ്ടത്. അപ്പോൾ ആ പഴം എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഇവൻ നുണ പറയുകയാണ്. ആ പഴം ആദ്യം കണ്ടത് ഞാനാണ്. മക്കളെ, ആരാണ് ആദ്യം കണ്ടത് എന്നുള്ളതൊക്കെ മറന്നേക്കൂ. എന്നിട്ട് നല്ല സഹോദരങ്ങളെ പോലെ ആ പഴം നിങ്ങൾ രണ്ടുപേരും പങ്കിട്ട് കഴിക്കൂ. അതൊരിക്കലും നടക്കില്ല. ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പോകുന്നു. എനിക്ക് ആ പഴം കിട്ടിയില്ലേലും നിന്നെ ഞാൻ തീറ്റിക്കില്ല. നീയും ആ പഴം തിന്നില്ലടാ. അയ്യോ, എന്റെ വാലേ. അയ്യോ, എന്തൊരിടി. കൊള്ളാം മക്കളെ, എന്തിനാ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? കുറുക്കനാശാനെ, ബുദ്ധിശാലിയായ അങ്ങേക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമോ? തീർച്ചയായും. എന്താ പ്രശ്നം? ആ പഴം ഞാനാണ് ആദ്യം കണ്ടത്, എന്നിട്ട് ഇപ്പൊ ഇവന് വേണമെന്ന്. കുറുക്കനാശാനെ, ഞാനാണ് ആ പഴം ആദ്യം കണ്ടത്. ഓഹോ, അപ്പോ ആ പഴമാണല്ലേ നിങ്ങളുടെ പ്രശ്നം? ഇത് ഇത്തിരി കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ്. എന്തായാലും നിങ്ങൾ ഇടി തുടങ്ങി വെച്ചതല്ലേ, അതങ്ങോട്ട് തുടർന്നോളൂ.
വഴക്ക് കഴിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുടിക്കാനായി ആ പഴം കൊണ്ട് ഞാൻ നല്ല ജ്യൂസ് ഉണ്ടാക്കി വെക്കാം. അതിനു വേണ്ടി ആ പഴം ഞാൻ കൊണ്ടുപോകുന്നു. എന്താ, സമ്മതമല്ലേ? ഞങ്ങൾക്ക് സമ്മതം. തളർന്ന അവസരമെത്തുന്ന ഞങ്ങൾക്ക് കുടിക്കാൻ വേഗം ജ്യൂസ് ഉണ്ടാക്കി വെച്ചോളൂ. ഇതാ, ഈ പഴം കൊണ്ടു ചെല്ലേണ്ട താമസം. ജ്യൂസ് റെഡി. പഴം ആദ്യം കണ്ടത് ഞാനായതുകൊണ്ട് കുറുക്കച്ചൻ ഉണ്ടാക്കുന്ന ജ്യൂസ് മുഴുവൻ ഞാൻ കുടിക്കും. നിന്നെ ഞാൻ കുടിപ്പിക്കില്ലടാ. അയ്യോ, എന്തൊരീടി! ഹേയ് വിഡ്ഢികളെ, നിങ്ങൾ എന്തിനാണ് ആ പഴത്തിനു വേണ്ടി വീണ്ടും വഴക്കുണ്ടാക്കുന്നത്? ഇവിടെ ഇരുന്ന് ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. വഴക്കുണ്ടാക്കാതെ നിങ്ങൾക്ക് ആ പഴം പങ്കിട്ടെടുക്കാമായിരുന്നില്ലേ? ഇപ്പോൾ അത് 2 പേർക്കും കിട്ടിയില്ലല്ലോ. ആ കുറുക്കച്ചൻ നിങ്ങളെ പറ്റിച്ച് പഴം കൊണ്ടുപോയില്ലേ? ചങ്ങാതി, ആനപ്പൻ സാർ പറഞ്ഞ പോലെ കിട്ടിയത് പങ്കിടാൻ നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കലും നാം വഞ്ചിക്കപ്പെടില്ലായിരുന്നു. ശരിയാ, കലഹം ഒരിക്കലും നന്മ വരുത്തുകയില്ല.